പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരുമായി യേശു കർത്താവ് കണ്ടുമുട്ടുമ്പോൾ ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. എന്നാൽ അതിനെല്ലാം ശേഷം കർത്താവരോട് പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളാകുമെന്ന ആ സാക്ഷികളാകുമെന്ന യേശു കർത്താവിൻ്റെ പ്രസ്താവന പത്രോസ് അടക്കമുള്ളവരുടെ ഹൃദയത്തെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ കരുതൽ. കാരണം കഴിഞ്ഞ 3.5 വർഷത്തെ ശിഷ്യത്വ ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും അത്ഭുതങ്ങളുടെ അനുഭവങ്ങളുണ്ടായി. അപ്പവർദ്ധനവിൽ അവശേഷിച്ച അപ്പക്കുട്ടകൾ ചുമലിലേറ്റി അവർ നടന്നു, തിരയുടെ മീതെ സഞ്ചരിച്ചു. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളിലെല്ലാം അവർ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അവിടെയെല്ലാം യേശു കർത്താവിൻ്റെ സാക്ഷികളാകാൻ വന്ന വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമായ നിമിഷങ്ങളിൽ അവർ പരാജിതരായി. അരമുറ്റത്തെ തീ കായുന്നതിൻ്റെ നടുവിൽ നീ അവനോടുകൂടെ ഇരുന്നവനല്ലേ എന്ന് പത്രോസിനോട് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാൻ പത്രോസിന് കഴിഞ്ഞില്ല. യോഹന്നാൻ പോലും ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പത്രോസ് പറയുമ്പോൾ ഞാൻ വരുന്നില്ല, മാർവത്ത് ചാരിയിരുന്ന എൻ്റെ നാഥൻ പുനരുദ്ധാനം സംഭവിച്ചു വരുമ്പോൾ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് പറയാൻ യോഹന്നാന് കഴിഞ്ഞില്ല. ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് പോലും ഞങ്ങൾ ഉദ്ധാനം ചെയ്ത യേശുവിനെ കണ്ടു എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ അവൻ്റെ മുറിപ്പാടുകളിൽ സ്പർശിച്ചല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയത്തക്ക തരത്തിൽ തോമസ് പോലും കാണാതെ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ സാക്ഷിയാകാൻ എവിടെയൊക്കെയോ ഇവരെല്ലാം അല്പം തോറ്റുപോയി. എന്നാൽ യേശു കർത്താവരോട് പറയുന്നു, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ആ സാക്ഷികളാകണമെങ്കിൽ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ നിങ്ങൾ ശക്തരാകും. ഏത് പ്രതികൂല സാഹചര്യത്തിലും യേശു കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന അർത്ഥപൂർണമായ ഒരു ആത്മീക ജീവിതം, ഒരു ശിഷ്യത്വ ജീവിതത്തിൻ്റെ നിറവാർന്ന അനുഭവത്തിൽ നിങ്ങൾ നിൽക്കും. ഈ ദിവസങ്ങളിൽ സാക്ഷികളാകത്തക്ക തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തിയെ പ്രാപിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാനുള്ള കൃപ നമ്മുടെ മേൽ ഉണ്ടാകട്ടെ.